വിശ്വാസം വരാതെ ക്രൈംബ്രാഞ്ച് SP കാർലോസ് ആ സ്ത്രീയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. വിജയമ്മ തുടർന്നു. അവനേക്കാ കുറച്ച് വയസ്സിന് മൂപ്പ് കൂടുതലുണ്ട് എനിക്കെന്നുള്ളത് സത്യമാ സാറേ. പക്ഷേ അമ്മാവന്റെ മോളായ പ്രവീണയോടായിരുന്നു അവന് താല്പര്യം. അവളുമായി അടുത്തപ്പോ പിന്നെ അവൻ എൻ്റെ കൂടെ കിടക്കാൻ മേല. എവിടൊക്കെയോ എന്തോ ദുരൂഹതകളുണ്ടെന്ന് കാർലോസിന് ഉറപ്പായി. ഇതുവരെ ആരും ഒരിടത്തും വിശ്വനാഥന് ഒരു ഭാര്യയുള്ളതായി പറഞ്ഞിട്ടില്ല. ഇന്ന് സംസാരിച്ചപ്പോൾ അവൻ പോലും. എന്തായാലും ഇവളുടെ മനസ്സിൽ നിന്ന് എല്ലാം കൊത്തിയെടുക്കണമെങ്കിൽ അല്പം ബുദ്ധി പ്രയോഗിച്ചേ പറ്റൂ. അയ്യോ, സാറിനൊന്നും കുടിക്കാൻ തന്നില്ലല്ലോ, അതും ഈ ചൂടത്ത്. അതിന് ധൃതിപ്പെടേണ്ട. വിജയമ്മ അടുത്ത് നിൽക്കുമ്പോൾ ചൂടൊന്നും അറിയില്ല. ആ പുകഴ്ത്തൽ അവൾക്ക് നന്നായി ബോധിച്ചു. അങ്ങോട്ട് എഴുന്നേറ്റ് തലമുടിക്ക് കുത്തിപ്പിടിച്ച അണയ്ക്കൊന്ന് പൊട്ടിക്കാനാണ് തോന്നിയത്. പക്ഷേ അണപ്പല്ല് കടിച്ച് രോഷമൊതുക്കി. അവൾ അയാളുടെ അടുത്തേക്ക് അല്പം കൂടി നീങ്ങി നിന്നു. പ്രീത കാണില്ലേ? അയാൾ വാതിൽക്കിലേക്ക് നോക്കി. അവള് ഞാൻ പറയാതെ ഇങ്ങോട്ട് വരത്തില്ല സാറേ. അല്ലേ തന്നെ അവക്കിതൊന്നും പുത്തരിയല്ലല്ലോ. എന്താ അവളും? അല്ല പിന്നെ. എന്നാലും കൊച്ചു പെണ്ണല്ലേ. അവളെ പോലുള്ള കിളുന്നുകളെ മതി സാറേ കളവന്മാർക്ക് പോലും. പെട്ടെന്ന് കാർലോസിന് ഒരാശയം തോന്നി. അയാൾ പേഴ്സ് തുറന്ന് കുറച്ച് രൂപ എടുത്ത് വിജയമ്മയുടെ കയ്യിൽ വെച്ചു കൊടുത്തു. എനിക്ക് അവളെയും ഒന്ന് പരിചയപ്പെടണം. ഞാൻ വിളിക്കാം സാറേ. അവർ തിരിഞ്ഞു. എടി പ്രീതേ, ഇങ്ങോട്ട് വാടി. പ്രീത കടന്നു വന്നു. ഒരു കുറ്റവാളിയെ പോലെ തല കുനിച്ചു നിന്നു. കാർലോസ് ഇപ്പോൾ അവളെ ശരിക്ക് ശ്രദ്ധിച്ചു. ഏറിയാൽ 15 വയസ്സ് വരും. എന്നാൽ അതിൻ്റെ ശരീരപുഷ്ടിയൊന്നുമില്ല. ആളിങ്ങനെ നിൽക്കുന്നതിലും കട്ടിലയിൽ ഇവളൊരു പുലിയ സാറേ. വിജയമ്മയുടെ കമന്റ്. കാർലോസിന് ദേഷ്യം വന്നു തുടങ്ങിയിരുന്നു. എന്നിട്ടും നിയന്ത്രിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ട് പറഞ്ഞു, വിജയമ്മ പോയി കുടിക്കാൻ അല്പം വെള്ളം കൊണ്ടുവാ. അവൾ അവിടെ നിന്ന് മാറിയപ്പോൾ അയാൾ പതിയെ പ്രീതയോട് ചില കാര്യങ്ങൾ പറഞ്ഞു. അവൾ തലകുലുക്കി സമ്മതിച്ചു. വെള്ളവുമായി വിജയമ്മ തിരിച്ചു വന്നു. അയാൾ ഗ്ലാസ് കയ്യിൽ വാങ്ങി. ആ വിജയമ്മേ, ഇവളെ ഞാനൊന്ന് കൊണ്ടുപോയിട്ട് നാളെ രാവിലെ തിരിച്ചുകൊണ്ട് വന്നാൽ മതിയോ? കാശ് എത്ര വേണേലും തരാം. വിജയമ്മയുടെ കണ്ണുകളിൽ ഒരു തിളക്കമുണ്ടായി. എന്നാ സാറ് സന്ധ്യയ്ക്ക് താഴെ റോഡിൽ വന്നാൽ മതി. ഞാൻ ഇവളെ അവിടെ കൊണ്ടുവരാം. അയാൾ സമ്മതിച്ചു. അല്പം വെള്ളം കുടിച്ചിട്ട് യാത്ര പറഞ്ഞിറങ്ങി. കാർലോസ് IG രഘുനാഥ റാവുവിൻ്റെ മുന്നിൽ തൻ്റെ ആശയം അവതരിപ്പിച്ചു. IG നെറ്റി ചുളിഞ്ഞു. തനിക്ക് സംശയമുണ്ടെങ്കിൽ വനിതാ പോലീസിനെ കൂടെ കൊണ്ടുപോയി ആ സ്ത്രീയെ കസ്റ്റഡിയിൽ എടുത്തുകൂടായോ? അതിന് ഇമ്മാതിരി ഒരു പരിപാടി വേണോ? അവസാനം സ്ത്രീപീഡനമെന്നോ മറ്റോ പറഞ്ഞ്. അതൊന്നും ഉണ്ടാവില്ല സർ. ആ സ്ത്രീയെ സ്വതന്ത്രമായി വിടണം. എങ്കിലേ നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലെത്തൂ. അതിനായി 2 വനിതാ കോൺസ്റ്റബിൾമാരെ ഞാൻ നിയോഗിച്ചിട്ടുണ്ട്. അവർക്ക് സംരക്ഷണത്തിനായി മഫ്തിയിൽ പോലീസുകാരും ഉണ്ട്. ശരി, എങ്കിൽ തൻ്റെ ഇഷ്ടം പോലെ സർ. കാർലോസ് എണീറ്റ് അറ്റൻഷനായി. ഇരുളിന് കട്ടി കൂടി വന്നു. SP കാർലോസ് മാരുതി ജിപ്സിയിൽ മണ്ണന്തലയിലെത്തി. പറഞ്ഞ ഭാഗത്ത് തന്നെ റോഡിലേക്ക് ചാഞ്ഞു നിന്നിരുന്ന ഒരു പറങ്കിമാവിൻ്റെ നിഴലിൽ പ്രീതയെയും കൊണ്ട് വിജയമ്മ നിൽപ്പുണ്ടായിരുന്നു. ജിപ്സി നിന്നു. പിന്നിൽ കയറിക്കോ, അയാൾ പറഞ്ഞു. യാതൊരു മടിയും കൂടാതെ പ്രീത കയറി. നേരം വെളുക്കും മുമ്പ് ഇങ്ങ് എത്തിക്കണേ സാറേ, വിജയമ്മ ഓർമ്മിപ്പിച്ചു. തീർച്ചയായും. അയാൾ ഏതാനും 100ൻ്റെ നോട്ടുകൾ കൂടി എടുത്ത് അവർക്ക് കൊടുത്തു. വെളുപ്പിന് 5 മണിയാകുമ്പോൾ വിജയമ്മ വന്ന് ഇവിടെ നിൽക്കണം. ഞാൻ ഇവളെ തിരിച്ചു കൊണ്ടുവന്ന് ഏൽപ്പിക്കാം. ശരി സാറേ. കാർലോസ് ജീപ്പ് തിരിച്ചു വിട്ടു. പിന്നെ പതിയെ മുഖം പിന്നിലേക്ക് തിരിച്ച് പ്രീതയോട് ചോദിച്ചു, നിനക്ക് പേടി തോന്നുന്നുണ്ടോ? ഇല്ല. മന്ത്രിക്കും പോലെയുള്ള ശബ്ദം. ഞാനിനി പേടിച്ചിട്ട് എന്തു കാത്തു സൂക്ഷിക്കാനാണ്? ആ വാചകത്തിൽ എല്ലാം അടങ്ങിയിരിപ്പുണ്ടെന്ന് കാർലോസ് അറിഞ്ഞു. അയാൾ വിഷയം മാറ്റി. സനേഷ് എവിടെ നിൽക്കും? കുറച്ചുകൂടെ മുന്നോട്ട് പോകണം. 1/2 കിലോമീറ്റർ സഞ്ചരിച്ച് കാണും. ഇവിടെ നിർത്ത്, പ്രീത പറഞ്ഞു. കാർലോസ് ബ്രേക്ക് അമർത്തി. ഇരുളിൽ നിന്നും ഒരാൾ ഓടി വന്ന് ജീപ്പിൽ കയറി. ഒന്നും മിണ്ടാതെ കാർലോസ് ആക്സിലേറ്റർ ഞെരിച്ചു. ക്രൈംബ്രാഞ്ചിന്റെ രഹസ്യ കേന്ദ്രത്തിൽ കാത്തിരിക്കുകയായിരുന്നു IG രഘുനാഥ റാവുവും മറ്റു ചിലരും. അവർക്ക് മുന്നിലേക്കാണ് കാർലോസ് പ്രീതയെയും സഹോദരൻ സനീഷിനെയും കൊണ്ടു ചെന്നത്. IG മുന്നിൽ അറ്റൻഷനായിട്ട് കാർലോസ് അറിയിച്ചു, സർ, ഇത് വിശ്വനാഥന്റെ സഹോദരങ്ങളാണ്, സനീഷും പ്രീതയും. ഇരിക്കൂ. രഘുനാഥ റാവു അവരെ നോക്കിക്കൊണ്ട് കസേരയിലേക്ക് കൈ ചൂണ്ടി.
ഇരുവരും ഒന്ന് മടിച്ചെങ്കിലും കാർലോസ് ആംഗ്യം കാണിച്ചതിനാൽ ഇരുന്നു. നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ചോദ്യം ചെയ്ത് ബുദ്ധിമുട്ടിക്കാനല്ല, മറിച്ച് സൗഹാർദ്ദപരമായി സംസാരിക്കാനാണ്. വിശ്വനാഥൻ നിരപരാധിയാണെന്നും കുറ്റകൃത്യം നടന്ന ദിവസം വീട്ടിൽ ഉണ്ടായിരുന്നുവെന്നും നിങ്ങൾ പരാതിപ്പെട്ടിരുന്നതായി ഞങ്ങൾക്കറിയാം. അതിന്റെ സത്യസ്ഥിതികളെക്കുറിച്ചും വിജയമ്മ എന്ന ആ സ്ത്രീയെക്കുറിച്ചുമാണ് ഞങ്ങൾക്കറിയേണ്ടത്. IG തന്നെയാണ് പ്രശ്നം അവരുടെ മുന്നിൽ അവതരിപ്പിച്ചത്. പ്രീതയും സനേഷും സന്ദേഹത്തോടെ മുഖാമുഖം നോക്കി. നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, എന്തും തുറന്നു പറയാം, കാർലോസ് പ്രോത്സാഹിപ്പിച്ചു. എന്നിട്ടും അവരുടെ മുഖങ്ങളിൽ ഭീതിയുടെ നിഴൽ വിരിച്ചിരിക്കുന്നത് പരിചയസമ്പന്നരായ ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർ തിരിച്ചറിഞ്ഞു. വിശ്വനാഥന്റെ അതേ ശരീരപ്രകൃതി തന്നെയായിരുന്നു സനീഷിനും. അവൻ തന്നെയാണ് ആദ്യം സംസാരിച്ചത്. ഏട്ടന് അങ്ങനെയൊന്നും കഴിയില്ലെന്നും അന്നത്തെ ദിവസം ഏട്ടൻ വീട്ടിലുണ്ടായിരുന്നുവെന്നതും സത്യമാ സാറേ. അവൻ കാർലോസിനെ ഒന്ന് നോക്കിയിട്ട് തുടർന്നു. പക്ഷേ പരാതി കൊടുക്കുകയും സത്യാഗ്രഹം നടത്തുകയും ചെയ്തതിനു ശേഷം ഇനി ഏട്ടന്റെ എന്തെങ്കിലും കാര്യത്തിന് പുറത്തിറങ്ങുകയോ ആരോടെങ്കിലും സംസാരിക്കുകയോ ചെയ്താൽ കൊന്നുകളയുമെന്ന ഏട്ടത്തെയും വേറെ ചിലരും പറഞ്ഞിരിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥന്റെ നെറ്റി ചൊളിഞ്ഞു. വേറെ ചിലർ? ആരാ അവർ? ഈ തലസ്ഥാനത്ത് തന്നെയുള്ള ഏതോ വമ്പന്മാരുടെ മക്കളാണെന്ന് മാത്രം അറിയാം. ബിജുവും സുനിലും കൃഷ്ണകുമാറും. അവർ മിക്കവാറും വീട്ടിൽ വരികയും ഏട്ടത്തിയമ്മയുമായി നല്ലതല്ലാത്ത ചില ബന്ധങ്ങളുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നുകയും ചെയ്തിട്ടുണ്ട്. പ്രീത പെട്ടെന്ന് തലകുനിച്ചിരുന്നു. ശരിക്കും വിജയമ്മയെ നിങ്ങളുടെ ചേട്ടൻ വിവാഹം ചെയ്തതാണോ? അതറിയത്തില്ല സാറേ. ചേട്ടൻ അറസ്റ്റ് ചെയ്യപ്പെടുന്നതിന് കുറച്ചു നാൾ മുമ്പ് ഒരു ദിവസം അവരെ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നീട് ചേട്ടൻ അറസ്റ്റിലായി കഴിഞ്ഞ് ഞങ്ങൾ സത്യാഗ്രഹം നടത്തിക്കഴിഞ്ഞാൽ അവർ വന്നത്. പറഞ്ഞത് പ്രീതയാണ്. പിന്നെ ആ സ്ത്രീ വിശ്വനാഥന്റെ ഭാര്യയാണെന്ന് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കി? IG പെർമിഷൻ വാങ്ങിയിട്ട് കാർലോസ് ഒരു സിഗരറ്റ് കത്തിച്ചു. അവർ തന്നെ ഞങ്ങളോട് പറയുകയായിരുന്നു അവർ ഏട്ടന്റെ ഭാര്യയാണെന്ന്. ഞങ്ങളത് വിശ്വസിച്ചില്ല. അവർ വീട്ടിൽ താമസിക്കാൻ സമ്മതിച്ചുമില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ 3 പേരും കൂടി വീട്ടിൽ വരികയും ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. സനേഷിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. നിങ്ങളുടെ മാതാപിതാക്കൾ പാറമട തൊഴിലാളികളായിരുന്നു. കുറേ വർഷങ്ങൾക്ക് മുമ്പ് തോട്ടപൊട്ടി മരിച്ചു. വാസ്തവത്തിൽ ജനാർദ്ദനൻ എന്ന് പറയുന്ന ആൾ നിങ്ങളുടെ അമ്മാവനാണോ? അതെ. അച്ഛനമ്മമാർ മരിച്ച ശേഷം നിങ്ങൾ എങ്ങനെ ജീവിതം കഴിച്ചു കൂട്ടി? ഏട്ടന് ഫോട്ടോഗ്രാഫിയോടായിരുന്നു താല്പര്യം. ഒരു സീരിയലിൻ്റെ അസിസ്റ്റന്റ് ഫോട്ടോഗ്രാഫറായി ജോലി നോക്കിയിട്ടുണ്ട്. പക്ഷേ പേര് വന്നില്ല. അതുകൊണ്ട് ഏട്ടൻ പിന്നീട് മറ്റാരുടെയോ കൂടെ ജോലി നോക്കുകയായിരുന്നു. കുറേ ചോദ്യങ്ങൾ കൂടി കഴിഞ്ഞിട്ട് വനിതാ കോൺസ്റ്റബിൾസിന്റെ സാന്നിധ്യത്തിൽ പ്രീതയിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു. തന്നെ ബിജുവിനും സുനിലിനും കൃഷ്ണകുമാറിനും വിജയമ്മ അടിയറ വെച്ചെന്നും അന്നു മുതൽ ഇങ്ങോട്ട് അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങളെക്കുറിച്ചുമൊക്കെ അവൾ കണ്ണീരിന്റെ അകമ്പടിയോടെയാണ് പറഞ്ഞു കേൾപ്പിച്ചത്. പിന്നീട് IG രഘുനാഥ റാവുവും SP കാർലോസും മറ്റും ചേർന്ന് അനന്തര കരണീയത്തെക്കുറിച്ച് ചർച്ച ചെയ്തു. ചർച്ചയ്ക്ക് അവസാനം അവർ എടുത്ത തീരുമാനം ഇതാണ്: വിജയമ്മയെ എത്രയും പെട്ടെന്ന് കസ്റ്റഡിയിലെടുക്കുക. SP കാർലോസ് വനിതാ പോലീസിനെയും കൂട്ടി അപ്പോൾ തന്നെ യാത്രയായി. മഫ്റ്റി പോലീസ് ആ വീടിന് കാവലുണ്ടാവും. അതിനാൽ അവൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് അയാൾക്ക് ഉറപ്പുണ്ടായിരുന്നു. വനിതാ പോലീസുകാർ മാത്രമേ രാത്രിയിൽ മടങ്ങി പോന്നിട്ടുള്ളൂ. അവിടെ ആരൊക്കെ വരുന്നു പോകുന്നു എന്നത് ശ്രദ്ധിക്കുക എന്നതായിരുന്നു മഫ്റ്റി പോലീസിന്റെ ഡ്യൂട്ടി. പക്ഷേ കാർലോസും മറ്റും പുറപ്പെട്ട സമയം വിജയമ്മയുടെ വീട്ടിൽ വേറെ ചിലത് നടക്കുകയായിരുന്നു. വിശ്വനാഥന്റെ വീട്ടിൽ അപ്പോൾ മണ്ണെണ്ണ വിളക്ക് മുനിഞ്ഞു കത്തുന്നുണ്ടായിരുന്നു. പാളിയില്ലാത്ത ജനാലയിലൂടെ ആ വെളിച്ചം പുറത്തേക്ക് അരിച്ചിറങ്ങി. കുറെ അകലെ ആ വീടിന്റെ വാതിൽ കാണത്തക്ക വിധത്തിൽ ഒരു പ്ലാവിന്റെ ചോട്ടിൽ കാത്തിരിക്കുകയായിരുന്നു മഫ്റ്റി പോലീസുകാർ. 3 പേർ ആ വീട്ടിലേക്ക് കയറിപ്പോകുന്നത് അവർ കണ്ടിരുന്നു. താഴെ റോഡിൽ അവർ വന്ന വാഹനം കിടപ്പുണ്ട്. അതിന്റെ നമ്പർ പോലീസുകാർ നോട്ട് ചെയ്തിട്ടുണ്ട്. മുടിഞ്ഞ കൊതുകുകൾ, ഒരു പോലീസുകാരൻ വെറുപെറുത്തു. നേരം വെളുക്കും വരെ എങ്ങനെ ഇരുന്നാ ഒരൊറ്റ തുള്ളി ചോര ശരീരത്ത് ബാക്കി കാണില്ല. നമ്മുടെ ഗതികേട് നോക്കണേ, ഒരു സിഗരറ്റ് കത്തിക്കാൻ പോലും പറ്റത്തില്ല. ആരെങ്കിലും കണ്ടുപോയ കള്ളന്മാരെന്ന് കരുതി എടുത്തിട്ട് പൂശും. 3.5 തരം, രണ്ടാമനും പറഞ്ഞു. എന്നാലും അങ്ങോട്ട് കയറിപ്പോയ കാലന്മാര് തിരിച്ചു പോകുന്നുമില്ലല്ലോ. വീടിനുള്ളിൽ കട്ടിലിൽ ഇരിക്കുകയായിരുന്നു ആ 3 ചെറുപ്പക്കാരും. ബിജു, സുനിൽ, കൃഷ്ണകുമാർ. 20-നും 25-നും ഇടയ്ക്ക് പ്രായം വരും. ഒറ്റ നോട്ടത്തിൽ തന്നെ
സമ്പന്നതയുടെ മടിത്തട്ടിൽ കഴിയുന്നവരാണ് അവരെന്ന് വ്യക്തമാകും. അവർക്ക് മുന്നിൽ ഒരു കസേര വലിച്ചിട്ട് അതിലിരുന്നു കൊണ്ട് മദ്യം ഗ്ലാസുകളിലേക്ക് പകർന്നു കൊടുക്കുകയായിരുന്നു വിജയമ്മ. മൂവരുടെയും കണ്ണുകൾ ലഹരിയിൽ ചുവന്നു തുടങ്ങിയിരുന്നു. നീ ഇങ്ങനെ ഇരുന്നിട്ട് കാണാൻ ഒരു രസവുമില്ലടി വിജയമ്മേ. വിജയമ്മയ്ക്ക് കുളിരുണ്ടായി. അവൾ മിഴികൾ ഉയർത്തി മേലേക്ക് നോക്കി. മൂവരും ചേർന്ന് അവളെ പിടിച്ചുയർത്തി കിടക്കയിലാക്കി. 6 കൈകൾ മത്സരിച്ച് അവളുടെ ശരീരത്തെ അരിച്ചു പെറുക്കാൻ തുടങ്ങി. വിജയമ്മ പുതിയൊരു മേഖലയിലേക്ക് ഉയരുകയായിരുന്നു. ആ നിമിഷമാണ് ബിജു തിരക്കിയത്. എന്നാലും വിജയമ്മേ, നീ പ്രീതയെ ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ കൂടെ പറഞ്ഞേക്കാമായിരുന്നു. അതിന് കുഴപ്പമില്ല മോനെ, അങ്ങേര് കുഴപ്പക്കാരനല്ല. ആവശ്യത്തിന് പണവും തരൂ. പ്രീതയെ കൊണ്ടുപോയിരിക്കുന്നത് SP കാർലോസ്, ചെകുത്താൻ കാർലോസ്. അവളിൽ നിന്നും വല്ലതും അയാൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രാത്രി തന്നെ അയാൾ നിന്നെ തേടിയെത്തും. നിന്നിലൂടെ ഞങ്ങളിലേക്കെത്തും. അങ്ങനെ വന്നാൽ അതോടെ എല്ലാം തീരും. നേരത്തെ ബിജു പറഞ്ഞതിൻ്റെ ബാക്കി എന്നവണ്ണം സുനിൽ പറഞ്ഞു. ആ നിലയ്ക്ക് ഞങ്ങളുടെ സേഫ്റ്റി നോക്കേണ്ടത് ഞങ്ങളുടെ കടമയല്ലേ വിജയമ്മേ? പലതരത്തിലും നീ ഞങ്ങളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഇനിയും സഹായിക്കുവാനുള്ള ആരോഗ്യവും ആവേശവും നിനക്കുണ്ട് താനും. പക്ഷേ അനിവാര്യമായ വിധിയെ തടുക്കാൻ ആർക്ക് കഴിയും? കൃഷ്ണകുമാർ ഒരു തലയണെടുത്ത് അവളുടെ നേർക്കെടുത്തു. 3 പേർ ഇറങ്ങിപ്പോകുന്നത് മഫ്റ്റി പോലീസുകാർ കണ്ടു. അരമണിക്കൂർ കഴിഞ്ഞു കാണും. SP കാർലോസും സംഘവും വന്ന മാരുതി ജിപ്സി അവിടെ ബ്രേക്കിട്ടു. പോലീസുകാർ ഓടിച്ചെന്നു. ഇടയ്ക്കിടെ മാത്രം റോഡിലൂടെ വാഹനങ്ങൾ പോയിക്കൊണ്ടിരുന്നു. അവയുടെ വെളിച്ചം ജിപ്സിയെ തൊട്ടൊഴിഞ്ഞു. കാർലോസ് ജീപ്പിൽ നിന്നിറങ്ങി വന്നു. 3 പേർ അവിടെ വന്നതും പോയതും പോലീസുകാർ പറഞ്ഞു. 3 പേർ. കാർലോസിന്റെ തലച്ചോറിനുള്ളിൽ ഒരു പുകച്ചിലുണ്ടായി. പ്രീതയും സനേഷും പറഞ്ഞ ആ 3 ചെറുപ്പക്കാരായിരിക്കുമോ അത്? ജീപ്പിൽ നിന്നും പോലീസുകാരും ഇറങ്ങിക്കഴിഞ്ഞിരുന്നു. കം വിത്ത് മീ പറഞ്ഞിട്ട് ടോർച്ച് തെളിച്ചുകൊണ്ട് കാർലോസ് വേഗത്തിൽ ഇടവഴിയെ മുകളിലേക്ക് ചുവടുകൾ വച്ചു. പിന്നാലെ പോലീസുകാരൻ ചെന്നു. വിശ്വനാഥന്റെ വീടിനുള്ളിൽ വെളിച്ചമുണ്ടായിരുന്നു. കാർലോസ് കെയിൻ കൊണ്ട് വാതിലിൽ തട്ടി. അകത്തു നിന്നും പക്ഷേ പ്രതികരണമൊന്നും ഉണ്ടായില്ല. അല്പം കൂടി ആഞ്ഞു തട്ടി. അപ്പോൾ വാതിൽ തനിയെ തുറക്കപ്പെട്ടു. സംശയത്തോടെയാണ് വനിതാ പോലീസിനെയും കൂട്ടി കാർലോസ് അകത്തു കടന്നത്. അവിടെ പരിപൂർണ നഗ്നയായി കിടക്കയിൽ വിജയമ്മ. ഉറങ്ങും പോലെയാണ് തോന്നിയതെങ്കിലും ഒറ്റ നോട്ടത്തിൽ തന്നെ അവൾ മരിച്ചു കിടക്കുകയാണെന്ന് കാർലോസിന് ഉറപ്പായി. തറയിൽ ചുരുണ്ടുകൂടി കിടന്നിരുന്ന ലുങ്കിയെടുത്ത് അയാൾ അവളുടെ ശരീരത്തിലിട്ടു. അതിരാവിലെ തന്നെ കാർലോസ് എണീറ്റു. ഇന്ന് ഒരുപാട് ജോലികൾ തീർക്കാനുണ്ട്. ഒരുപക്ഷെ ലോക്കൽ പോലീസിൽ നിന്നും ക്രൈംബ്രാഞ്ചിന് ഹാൻഡ് ഓവർ ചെയ്യപ്പെട്ട ഒരു കേസ് ഇത്രയും വേഗത്തിൽ തെളിയുന്നത് ആദ്യമായിട്ടായിരിക്കുമെന്ന് അയാൾക്ക് തോന്നി. വൃദ്ധൻ കൊടുത്ത കാപ്പിയും കുടിച്ച് കാർലോസ് വേഗത്തിൽ പ്രഭാത കൃത്യങ്ങൾ പൂർത്തിയാക്കി യൂണിഫോം അണിഞ്ഞു. വൃദ്ധൻ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി കഴിഞ്ഞിരുന്നു. ഡൈനിങ് റൂമിൽ ചെന്നിരിക്കുമ്പോഴും അയാളുടെ മനസ്സിൽ കേസിനെ കുറിച്ചുള്ള ചിന്തകളായിരുന്നു. വിജയമ്മയുടെ കൊലപാതകം ലോക്കൽ പോലീസിൽ അറിയിച്ചിട്ടാണ് രാത്രിയിൽ മടങ്ങിയത്. അവർ അവരുടെ നടപടിയുമായി മുന്നോട്ട് പൊയ്ക്കോട്ടെ. പ്രീതയും സനേഷും ഇതുവരെ വിവരം അറിഞ്ഞിട്ടില്ല. അവർ ഇപ്പോഴും തങ്ങളുടെ കസ്റ്റഡിയിലാണ്. പുറത്തുവിട്ടാൽ കൊലയാളികൾ അവരെയും തീർത്തെന്ന് വരും. കാരണം അവർ 3 പേരെയും കുറിച്ച് അറിയാവുന്നവർ ഇപ്പോൾ ഇവർ 2 പേരുമാണല്ലോ. പോലീസുകാർ നോട്ട് ചെയ്തു വച്ചിരുന്ന നമ്പറുള്ള മാരുതി ആരുടേതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജോലി കുറെ കൂടി എളുപ്പമാകും. കാർലോസ് ബ്രേക്ക്ഫാസ്റ്റ് മതിയാക്കി എണീറ്റ് കൈ കഴുകി. സിറ്റിംഗ് റൂമിലേക്ക് വന്നതും ഫോൺ ശബ്ദിച്ചു. ഒന്ന് നെറ്റി ചുളിച്ച ശേഷം അയാൾ ചെന്ന് റിസീവർ എടുത്തു. യെസ് കാർലോസ്, താൻ എന്തൊക്കെയാടോ ഈ കാണിച്ചു കൂട്ടുന്നത്? അപ്പുറത്തു നിന്നും ഒരു ചോദ്യമായിരുന്നു. ക്ഷണത്തിൽ അയാൾക്ക് ആളിനെ പിടികിട്ടി. സിറ്റി പോലീസ് കമ്മീഷണർ ഡേവിഡ് എബ്രഹാം. എന്താ? ഒന്നും അറിയാത്തതുപോലെ അയാൾ തിരക്കി. ആ വിശ്വനാഥന്റെ അനുജനെയും അനുജത്തിയെയും പിടിച്ചു കൊണ്ടുപോന്നിട്ട് താൻ അവന്റെ ഭാര്യയെ കൊലയ്ക്ക് കൊടുത്തു അല്ലേ? കാർലോസിന്റെ കണ്ണുകൾ കുറുകി. ആരുടെ ഭാര്യയുടെ കാര്യമാ താൻ പറയുന്നത്? അയാൾ അജ്ഞത ഭാവിച്ചു. വിശ്വനാഥന്റെ. കാർലോസ് ഉറക്കെ ചിരിച്ചു. നിങ്ങൾ ഇപ്പോഴും ഇന്നലെ വീശിയ മദ്യത്തിന്റെ പിടിയിലാണോ മിസ്റ്റർ ഡേവിഡ് എബ്രഹാം? അവിവാഹിതനായ വിശ്വനാഥന് ഭാര്യയോ? അയാൾ അവിവാഹിതനാണെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? ഇത് നല്ല കഥ. അയാൾ വിവാഹിതനാണെന്ന് നിങ്ങളുടെ റിപ്പോർട്ടിൽ ഒരിടത്തും കണ്ടില്ലല്ലോ ഞാൻ. ഡേവിഡ് എബ്രഹാം ഒരു നിമിഷം മൗനം. കാർലോസ് തുടർന്ന് ചോദിച്ചു.
ഇക്കാര്യം അറിയാമായിരുന്നിട്ടും നിങ്ങൾ മറച്ചു വെച്ചതോ അതോ? കാർലോസ്. യെസ്, കാർലോസ് തന്നോട് പറയുന്നത്. ഞങ്ങൾക്ക് കൈമാറിയ കേസിൽ എന്ത് നടപടി സ്വീകരിക്കണമെന്നും എങ്ങനെ നീങ്ങണമെന്നും ലോക്കൽ പോലീസ് തീരുമാനിക്കണ്ട. അണ്ടർസ്റ്റാൻഡ്? കമ്മീഷണറുടെ മറുപടി ശ്രദ്ധിക്കാതെ അയാൾ ഫോൺ വെച്ചിട്ട് തൊപ്പിയും മുച്ചാൻ വടിയും ജീപ്പിന്റെ കീയും എടുത്തു. സബ് ജയിൽ. ആദ്യം കാർലോസും വിശ്വനാഥനും തമ്മിൽ കണ്ട മുറിയിൽ വെച്ച് അവർ ഇരുവരും കണ്ടുമുട്ടിയിട്ട് ഇപ്പോൾ 10 മിനിറ്റോളമാകുന്നു. തല കുനിച്ചിരുന്ന വിശ്വനാഥനോട് കാർലോസ് പറയുകയായിരുന്നു, ആരെ രക്ഷിക്കാൻ വേണ്ടി നീ കൊലക്കുറ്റമേറ്റാലും അതെല്ലാം നിന്നെക്കൊണ്ട് തത്തയെ കൊണ്ട് പറയിക്കും പോലെ ഞാൻ പറയിക്കും. കാർലോസിന്റെ യഥാർത്ഥ മുഖം നീ കാണാൻ പോകുന്നതേയുള്ളൂ. അയാളുടെ ശബ്ദത്തിന്റെ ഭാവം മാറിയതോടെ വിശ്വനാഥന്റെ ഇടനെഞ്ചു പിടഞ്ഞു. നടുക്കത്തോടെ അവൻ തലയുയർത്തി കാർലോസിനെ നോക്കി. നിരാശയും നിസ്സഹായതയും ഒക്കെ അവന്റെ മുഖത്ത് മാറി മാറി പ്രതിഫലിക്കുന്നത് അയാൾ കണ്ടു. നീ പറയുന്നോ ഇല്ലയോ? ഒറ്റയിടിക്ക് 1-ാമത്തെ വയസ്സിൽ നീ കുടിച്ച മുലപ്പാൽ വരെ ഛർദ്ദിപ്പിക്കും ഞാൻ. ഗർജിച്ചുകൊണ്ട് അയാൾ താനിരുന്ന കസേര പിന്നോട്ട് ചവിട്ടി തെറിപ്പിച്ചു. ആ ശബ്ദം മുറിയിൽ പ്രതിധ്വനിച്ചപ്പോൾ കിടുങ്ങി വിറച്ചുപോയി വിശ്വനാഥൻ. ഞാൻ പറയാം സർ, എല്ലാം പറയാം. അവന്റെ നാവിൽ നിന്നും തളർന്ന ശബ്ദം അടർന്നു വീണു. എങ്കിൽ പറഞ്ഞോളൂ, ആദ്യം മുതൽ. ഒന്നും വിട്ടുപോകരുത്. ഒരു കഥാപാത്രവും ഒളിഞ്ഞു നിൽക്കരുത്. കാർലോസ് ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടുകൾക്കിടയിൽ തിരുകി. ഫോട്ടോഗ്രാഫറായിരുന്നു സാറേ ഞാൻ. അതൊക്കെ എനിക്കറിയാം. സീരിയലിൽ നിന്നും വിട്ടുപോയതിനു ശേഷമുള്ള നിന്റെ ജീവിതമാണ് എനിക്കറിയേണ്ടത്. അവൻ ഒന്ന് ഓർത്തു നിന്നു, എല്ലാം മനസ്സിൽ അടുക്കി പെറുക്കി വെക്കാനെന്ന വണ്ണം. പിന്നെ പറഞ്ഞു തുടങ്ങി. കാർലോസ് കാതുകൾ കൂർപ്പിച്ചു. വീട്ടിൽ അരി വാങ്ങാൻ പോലും നിവൃത്തിയില്ലാത്തൊരു ദിവസം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഇവിടെ നിന്നതുകൊണ്ട് യാതൊരു രക്ഷയുമില്ല. കള്ള ട്രെയിൻ കയറിയാണെങ്കിലും ഈ സംസ്ഥാനം വിടണമെന്ന ഒറ്റ ചിന്തയോടെയാണ് ഞാൻ തമ്പാനൂർ ബസ് സ്റ്റാൻഡിലെത്തിയത്. അവിടെ വെച്ച് ഞാൻ ബിജുവിനെ യാദൃശ്ചികമായി കണ്ടു. സീരിയൽ ഷൂട്ടിംഗ് സമയത്ത് ബിജു പലപ്പോഴും സെറ്റിൽ വരുമായിരുന്നു. അതെന്തിനാണെന്നൊന്നും അന്നൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഉള്ള കാര്യം ഞാൻ തുറന്നു പറഞ്ഞു, നാടുവിടാൻ പോവുകയാണെന്ന്. അങ്ങനെയെങ്കിൽ നാടുവിടേണ്ട കാര്യമില്ലെന്നും ഫോട്ടോഗ്രാഫി തന്നെ തൊഴിലായി സ്വീകരിക്കാൻ അവസരമുണ്ടാക്കി തരാമെന്നും തരക്കേടില്ലാത്ത ശമ്പളം തരാമെന്നും പറഞ്ഞപ്പോൾ ഞാൻ ആ വാക്കുകളിൽ വിശ്വസിച്ചു. ജഗതിയിലുള്ള അവരുടെ ഓഫീസിലേക്ക് അവൻ എന്നെ കൂട്ടിക്കൊണ്ടുപോയി. ഓഫീസെന്ന് പറയാൻ ഒന്നുമില്ല, ഒരു മുറി. ഞാൻ സുനിലിനെയും കൃഷ്ണകുമാറിനെയും പരിചയപ്പെട്ടു. വിശ്വനാഥൻ തൻ്റെ കഥ പറയുകയായിരുന്നു. സിഗരറ്റിൻ്റെ പുക ആഞ്ഞു വലിച്ചുകൊണ്ട് കാർലോസ് മുറിയിൽ അങ്ങിങ്ങ് നടന്നു. വിശ്വനാഥൻ തുടർന്നു. അവർക്ക് സ്വന്തമായി ഒരു സ്റ്റുഡിയോ ഉണ്ടെന്ന് പറഞ്ഞ് അവർ എന്നെക്കൊണ്ട് ശമ്പളവും മറ്റും പറഞ്ഞുറപ്പിച്ച് എഗ്രിമെൻറ്റിൽ ഒപ്പിടിവിച്ചു. പിന്നീടാണ് അവരുടെ പണി എന്താണെന്ന് എനിക്ക് മനസ്സിലായത്. ബ്ലൂ ഫിലിം നിർമ്മാണം. സീരിയലിൽ അഭിനയിക്കാനെത്തുന്ന 2ാം നിര നടികളായിരുന്നു കൂടുതലും അവരുടെ ഇരകൾ. ഇപ്പണിക്ക് ക്യാമറ ചലിപ്പിക്കാൻ വയ്യെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവരെന്നെ ഭീഷണിപ്പെടുത്തി. കൊല്ലുമെന്നും എൻ്റെ പെങ്ങളുടെ ബ്ലൂ ഫിലിം എടുക്കുമെന്ന് വരെ പറഞ്ഞു. തളർന്നു പോയി ഞാൻ. അവരുടെ കളിയിലെ വെറുമൊരു പാവയായിരുന്നു ഞാൻ. അവിടെ നിന്നും കിട്ടിയ ശമ്പളം കൊണ്ട് അനുജനും അനുജത്തിക്കും കൊലച്ചോറ് കൊടുക്കുകയാണെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ അമ്മാവൻ്റെ മകൾ പ്രവീണ അവരുടെ വലയിൽ വീണത് ഞാൻ അറിയുന്നത്. അമ്മാവനും അമ്മായിയും ദീപവും സിനിമയ്ക്ക് പോകുമെന്നും മുത്തശ്ശിയും പ്രവീണയും വീട്ടിൽ കാണത്തുള്ളെന്നും മുത്തശ്ശി 2ാം നിലയിലേക്ക് ചെല്ലുകയില്ലെന്നും പ്രവീണ അവരോട് പറഞ്ഞിരുന്നു പോലും. എന്തായാലും ആ ഫിലിം എടുക്കാൻ എനിക്ക് പറ്റില്ലെന്ന് ഞാൻ തീർത്തു പറഞ്ഞു. മാത്രമല്ല പ്രവീണയെ ഫോണിൽ വിളിച്ച് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ അവൾ അത് ചെവിക്കൊണ്ടില്ല. അവളുടെ കാര്യത്തിൽ ഇടപെടേണ്ടെന്ന് പറഞ്ഞ് എന്നെ ചീത്ത വിളിക്കുകയും ചെയ്തു. അന്ന് ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയില്ല. പനിയാണെന്നും പറഞ്ഞ് വീട്ടിൽ തന്നെ കഴിഞ്ഞു. പിറ്റേന്നാണ് കൂട്ടക്കൊലപാതകത്തിൻ്റെ വിവരം അറിയുന്നത് തന്നെ. അവനൊന്ന് നിർത്തി ശ്വാസം വലിച്ചു വിട്ടു. കാർലോസ് സിഗരറ്റ് തറയിലിട്ട് ഷൂസ് കൊണ്ട് ചവിട്ടി വരച്ചു. പിന്നെ നീ എങ്ങനെ പ്രതിയായി? കേസ് എങ്ങും എത്തിയില്ല. എന്നുവെച്ചാൽ സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെ പലർക്കും അവർ 3 പേരുമാണ് പ്രതികളെന്ന് അറിയാമായിരുന്നു. എന്നാൽ അവരെ അറസ്റ്റ് ചെയ്തില്ല. അവരെ രക്ഷിക്കാൻ അവർക്കൊരു പ്രതിയെ വേണമായിരുന്നു. അങ്ങനെ കമ്മീഷണർ തന്നെയാണ് എന്നെ തലസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തിയതും അവർ 3 പേരുടെയും സാന്നിധ്യത്തിൽ കുറ്റമേൽക്കണമെന്ന് പറഞ്ഞതും. ഞാൻ സമ്മതിക്കാതെ വന്നപ്പോൾ എന്നെ മർദ്ദിച്ചു, ഭീഷണിപ്പെടുത്തി.
ഒരിക്കലും പുറത്തു വരാത്ത വിധത്തിൽ കേസിൽ കുടുക്കി അകത്താക്കുമെന്ന് പറഞ്ഞു. പിന്നെ കുറെ രൂപ വാഗ്ദാനം ചെയ്തു. എൻ്റെ സഹോദരങ്ങളെ രക്ഷിക്കാമെന്നേറ്റു. സാക്ഷികളാരുമില്ലാത്തതിനാൽ കേസിൽ നിന്ന് പുല്ലുപോലെ ഊരിപ്പോരാമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ മാനസിക രോഗിയാണെന്ന് വാദിച്ച് രക്ഷിക്കാമെന്നേറ്റു. അവസാനം എനിക്ക് അനുസരിക്കുകയേ തരമുണ്ടായിരുന്നുള്ളൂ. അവർ പറഞ്ഞു തന്നതൊക്കെ ഞാൻ അതുപോലെ ഏറ്റു പറഞ്ഞു. ഒരു നാടകം പോലെ അറസ്റ്റും പത്രസമ്മേളനവും. ബാക്കിയൊക്കെ സാറിനറിയാമല്ലോ. തീർന്നില്ല, ഇനിയും അറിയാനുണ്ട് ഒരുപാട്. കാർലോസ് അടുത്ത സിഗരറ്റ് കത്തിച്ചു. വിജയമ്മ നിന്റെ ഭാര്യയാണോ? ആ പേര് കേട്ടതും അവൻ്റെ മുഖത്ത് വെറുപ്പിൻ്റെ ഒരു ഭാവമുണ്ടായി. ഭാര്യയോ? ആ തേവിടിച്ചിയോ? എന്നിട്ട് നീ പിന്നെ ഒരിക്കൽ അവളെ നിന്റെ വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിച്ചത് എന്തിനാ? വാസ്തവത്തിൽ അവളും അവരുടെ ഗ്യാങ്ങിൽ ഒരാളാണ് സാറേ. പല വീടുകളിലും വീട്ടുജോലിക്കാണെന്ന പേരിൽ അവൾ കടന്നുകൂടും. തലസ്ഥാനത്ത് വീട്ടുജോലിക്ക് ആളിനെ കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നുള്ളത് അവർക്കൊരു അനുഗ്രഹം കൂടിയായിരുന്നു. എന്നിട്ട് അവളുടെ പ്രധാന പണി ആ വീട്ടിലെ സുന്ദരികളായ പെൺകുട്ടികളെ പറഞ്ഞിളക്കിയും അവരറിയാതെ മയക്കുമരുന്ന് കൊടുത്തുമൊക്കെ ഈ ഗ്യാങ്ങിൻ്റെ കൈകളിൽ എത്തിക്കുക എന്നതാണ്. ഭർത്താക്കന്മാർ സ്ഥലത്തില്ലാത്ത പല സ്ത്രീകളെപ്പോലും ഇത്തരത്തിൽ അവൾ കുടുക്കിയിട്ടുണ്ട്. അമ്മാവിൻ്റെ വീട്ടിലെയും വേലക്കാരി അവളായിരുന്നു. അങ്ങനെയാണ് പ്രവീണ ആ ഗ്യാങ്ങിൻ്റെ പിടിയിലായത്. പിന്നെ എൻ്റെ കൂടെ അന്ന് അവൾ വീട്ടിൽ വന്നത് കണ്ണമൂലയിലുള്ള ഒരു പെൺകുട്ടിയെ, അവളെ കൂടിയാണ് വീട്ടുകാർ കൊട്ടാരക്കരയിലുള്ള ബന്ധുവീട്ടിലേക്ക് അയച്ചത്. എന്നാൽ പെണ്ണിനെ ബിജുവിൻ്റെയും സുനിലിൻ്റെയും കൃഷ്ണകുമാറിൻ്റെയും കൈകളിൽ എത്തിച്ചിട്ട് അവൾ എൻ്റെ കൂടെ പോന്നു. എന്തിനാണ് മറ്റെങ്ങും പോകാതെ നിർബന്ധം പിടിച്ച് അവൾ എൻ്റെ കൂടെ വന്നതെന്ന് ഇന്നും എനിക്കറിയില്ല സർ. എന്നാൽ കാർലോസിന് അത് ബോധ്യമായി. വിശ്വനാഥൻ്റെ പെങ്ങൾ എങ്ങനെയുണ്ടെന്നറിയാനാണ് അവൾ അന്ന് അവൻ്റെ കൂടെ പോയത്. അവൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് അവൾ വന്ന് താമസിച്ചതും അവസാനം കൊല ചെയ്യപ്പെട്ടതും അയാൾ വിശ്വനാഥനോട് പറഞ്ഞു. എന്നാൽ അവൻ്റെ പെങ്ങളെ അവൾ വിറ്റ കാര്യം മാത്രം പറഞ്ഞില്ല. കൊന്നത് അവന്മാർ തന്നെയായിരിക്കും സാറേ, ഉറപ്പാണ് എനിക്ക്. പക്ഷെ എൻ്റെ പെങ്ങളും അനിയനും അവർ എൻ്റെ സംരക്ഷണയിലാണ്, പേടിക്കാനൊന്നുമില്ല. വിശ്വനാഥൻ കസേരയിൽ നിന്ന് എണീറ്റ് ജനാലയ്ക്കിൽ പോയി പുറത്തേക്ക് നോക്കി നിന്നു. ഇനി എനിക്കറിയേണ്ടത് ഒരേ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ്. കാർലോസ് പറഞ്ഞപ്പോൾ വിശ്വനാഥൻ മുഖം തിരിച്ചു. ഈ ബിജുവും കൃഷ്ണകുമാറും സുനിലും ആരാണ്? വിശ്വനാഥൻ പതറി. കാർലോസ് ഉറപ്പു കൊടുത്തു. അവർ എത്ര വമ്പന്മാരാണെങ്കിലും പറഞ്ഞോളൂ. വിശ്വനാഥൻ്റെ ചുണ്ടുകൾ ചലിച്ചു. തിരുവനന്തപുരം ഈസ്റ്റ് MLA ശശാങ്കൻ മുഖ്യമന്ത്രിയെ കാണുവാനായി പുറപ്പെടാൻ ഭാവിക്കുമ്പോഴാണ് ക്രൈംബ്രാഞ്ച് ASP കാർലോസും സംഘവും സഞ്ചരിച്ചിരുന്ന വാഹനങ്ങൾ ഗേറ്റ് കടന്ന് അകത്തേക്ക് ഇരമ്പി പാഞ്ഞു വന്നത്. ബ്രേക്ക് ഇട്ടത്. സ്റ്റേറ്റ് കാറിലേക്ക് കാൽ വെച്ച് ശശാങ്കൻ പെട്ടെന്ന് കാൽ പിൻവലിച്ചു. ജിപ്സിയിൽ നിന്ന് കാർലോസും രണ്ടാമത്തെ ജീപ്പിൽ നിന്നും മറ്റ് ക്രൈംബ്രാഞ്ച് പോലീസ് ഉദ്യോഗസ്ഥരും ഇറങ്ങി. ഏവരും MLAക്ക് മുന്നിലെത്തി. എന്താ? MLA തിരക്കി. സാറിൻ്റെ മകൻ ബിജുവിനെ ഒന്ന് കാണണമായിരുന്നു. ഭവ്യത വിടാതെ കാർലോസ് അറിയിച്ചു. എന്താ കാര്യം? പറയാം സർ. ഈ നേരത്ത് സിറ്റ് ഔട്ടിലേക്ക് വന്ന ബിജു പെട്ടെന്ന് അകത്തേക്ക് വലിയുന്നത് ഒളി കണ്ണാലെ കാർലോസ് കണ്ടു. നിൽക്കടാ അവിടെ! കാർലോസ് അങ്ങോട്ട് കുതിച്ചു. ഏയ്, എന്താ നിങ്ങളുടെ ഭാവം? MLA ചോദിച്ചത് അയാൾ ശ്രദ്ധിച്ചില്ല. പ്രാണരക്ഷാർത്ഥം എന്ന വണ്ണം വീടിൻ്റെ ഓരോ മുറിയിലേക്കും ബിജു ഓടിക്കയറി. ഇരയെ പിന്തുടരുന്ന വേട്ടനായുടെ ഭാവമുണ്ടായിരുന്നു SP കാർലോസിന്. തൻ്റെ മുറിയിൽ കയറി ബിജു വാതിലടയ്ക്കാൻ തുടങ്ങിയതും കാർലോസ് കാലുയർത്തി വാതിലിൽ ആഞ്ഞു ചവിട്ടി. ബിജു മുറിക്കുള്ളിൽ മലർന്നു വീണു. ഒരു കുതിപ്പിനകത്തെത്തിയ കാർലോസിൻ്റെ ഷൂസ് അണിഞ്ഞ കാൽ അവൻ്റെ നെഞ്ചിൽ ആഞ്ഞമർന്നു. സർ! കഴിവരുടെ മോനെ! MLAയുടെ മകനായതുകൊണ്ട് എന്ത് തന്തയ്ക്ക് പുറക്കായികയും കാണിക്കാമെന്ന് കരുതി അല്ലേ? ഷർട്ടിൽ കുത്തിപ്പിടിച്ച് അവനെ മുകളിലേക്ക് ഉയർത്തിയിട്ട് കാർലോസ് ആ മുഖമടച്ച് ഒന്നുകൂടി കൊടുത്തു. പിന്നെ പുറത്തേക്ക് തള്ളി. അകത്തേക്ക് വന്ന MLA ഈ കാഴ്ച കണ്ട് ഞെട്ടിപ്പോയി. എടാ! കൈ ചൂണ്ടിക്കൊണ്ടാണ് അയാൾ കാർലോസിന് നേരെ വന്നത്. എൻ്റെ മകന്റെ ശരീരത്ത് കൈവയ്ക്കാൻ മാത്രം നീ വളർന്നോടാ? കൈവയ്ക്കുക മാത്രമല്ല, ഇവനെ കൈവിലങ്ങ് അണിയിച്ചുകൂടിയാണ് ഞാൻ. പിന്നെ മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ അടിച്ച് തൻ്റെയും പല്ല് പറിക്കും ഞാൻ. അയാൾ ബിജുവിനെ അങ്ങോട്ട് കയറി വന്ന ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരുടെ നേർക്ക് തള്ളി. അറസ്റ്റ് ഹിം! നോ, എൻ്റെ മകനെ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. ശശാങ്കൻ തടഞ്ഞു. നോക്ക്,
മകന്റെ ഒപ്പം പെൺവാണിഭത്തിനും ബ്ലൂ ഫിലിം നിർമ്മാണത്തിനും അകത്ത് കിടക്കേണ്ടെന്നുണ്ടെങ്കിൽ അടങ്ങി നിന്നോണം. കാർലോസിന്റെ വാക്കുകൾ കേട്ട് ശശാങ്കൻ മാത്രമല്ല, ബഹളമറിഞ്ഞ് അങ്ങോട്ട് ഓടി വന്ന MLA ഭാര്യയും പകച്ചുപോയി. മെഡിക്കൽ കോളേജിന് വടക്ക് ഭാഗത്ത്, ഉള്ളൂരിനും മെഡിക്കൽ കോളേജിനും ഇടയിലൂടെയുള്ള പോക്കറ്റ് റോഡ് ചെന്നെത്തുന്നത് അബ്കാരി കോൺട്രാക്ടർ നരേന്ദ്രന്റെ വീട്ടിലാണ്. കേരളത്തിലുടനീളം ബാറുകളും സ്വന്തമായി ഒരു ബോട്ടിലിംഗ് യൂണിറ്റുമുള്ള ആളാണ് അബ്കാരി നരേന്ദ്രൻ. രാത്രി വളരെ വൈകി വന്ന് ഉറങ്ങാൻ കിടന്നിരുന്നതിനാൽ നരേന്ദ്രന്റെ മകൻ കൃഷ്ണകുമാർ എണീറ്റത് തന്നെ അല്പം മുമ്പാണ്. രാവിലെ കൊണ്ടുവച്ച ബെഡ് കോഫി തണുത്ത് ടീപ്പോയിലിരിക്കുന്നു. അവൻ പല്ലു തേച്ചുകൊണ്ട് ക്ലോക്കിലേക്ക് നോക്കി. സമയം 12:30. കണ്ണുകളുടെ പുളിപ്പ് ഇപ്പോഴും മാറിയിട്ടില്ല. ആ നേരം മൊബൈൽ ഫോൺ ശബ്ദിച്ചു. അവൻ പല്ല് തേച്ചുകൊണ്ട് തന്നെ അങ്ങോട്ട് ചെന്ന് ഫോണിൽ തെളിഞ്ഞ നമ്പർ നോക്കി. ബിജുവിൻ്റെ വീട്ടിൽ നിന്നുള്ള കോളാണെന്നറിഞ്ഞ് ഫോൺ കാതോട് ചേർത്തു. ഹലോ, കൃഷ്ണൻ മോനല്ലേ? ബിജുവിൻ്റെ അമ്മയുടെ ശബ്ദം. അതെ. ബിജുവിനെ പോലീസ് കൊണ്ടുപോയടെ മോനെ. തലയിൽ ഒരു പാറ വീണതുപോലെ അവൻ കിടുങ്ങി. എന്തിനാ? അതറിയത്തില്ല. ശശാങ്കേട്ടനും പിന്നാലെ പോയിട്ടുണ്ട്. കൃഷ്ണകുമാറിന് അപകടം മണത്തു. ഞാൻ പിന്നെ വിളിക്കാം ആൻറ്റി എന്ന് പറഞ്ഞിട്ട് ഫോൺ വച്ചു. അനന്തരം വേഗത്തിൽ വായ കഴുകി കുളിക്കുക പോലും ചെയ്യാതെ വേഷം മാറി പുറത്തേക്ക് പാഞ്ഞു. എന്നാൽ സിറ്റൗട്ടിലേക്കുള്ള വാതിൽ തുറന്നതും പിന്നിൽ നിന്ന് ആരോ പിടിച്ചു നിർത്തിയതുപോലെ അവൻ നിന്നുപോയി. തൊട്ടുമുന്നിൽ കാർലോസ്. അവൻ്റെ നേരെ അയാൾ ഹാൻഡ് കഫ് ഉയർത്തിപ്പിടിച്ചു. സിറ്റി പോലീസ് കമ്മീഷണർ ഡേവിഡ് എബ്രഹാം ഉച്ചഭക്ഷണത്തിന് വീട്ടിലെത്തിയപ്പോൾ സുനിൽ അവിടെ ഉണ്ടായിരുന്നു. എന്താടാ, മുന്നറിയിപ്പൊന്നുമില്ലാതെ? അവനൊന്ന് പരിങ്ങി. പേര് ഹിന്ദുവിൻ്റേതാണെങ്കിലും സുനിൽ ക്രിസ്ത്യാനിയാണ്. ഡേവിഡിൻ്റെ സ്വന്തം അനുജൻ. അതിൻ്റെ കാരണം ഡേവിഡിൻ്റെ മമ്മി ഹിന്ദുവും പപ്പ ക്രിസ്ത്യനുമായിരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ വർത്തമാനം പറഞ്ഞു നിൽക്കാതെ വന്ന് ഊണ് കഴിക്ക്. ഡേവിഡിൻ്റെ ഭാര്യ സൂസി അവരെ ക്ഷണിച്ചു. നീ കാര്യം പറഞ്ഞില്ല. സൂസി പോയി കഴിഞ്ഞപ്പോൾ ഡേവിഡ് എബ്രഹാം അനുജനെ നോക്കി. എനിക്കൊരു പേടി പോലെ, അതുകൊണ്ട് ഏട്ടൻ്റെ കൂടെ കുറച്ച് ദിവസം താമസിക്കാമെന്ന് കരുതി, അവൻ അറിയിച്ചു. എന്നാൽ ആ നിമിഷം 2 ജീപ്പുകൾ ഗേറ്റ് കടന്നു വന്നു. ജിപ്സിയും മറ്റൊരു പോലീസ് ജീപ്പും. അയ്യോ, അത് കാർലോസാ! സുനിൽ ഓടാൻ ഭാവിച്ചപ്പോൾ ഡേവിഡ് പിടിച്ചു നിർത്തി. നീ ഇവിടെ നിൽക്കടാ. വാഹനങ്ങളിൽ നിന്നും കാർലോസും സംഘവും ഇറങ്ങി വന്നു. എന്താ ക്രൈംബ്രാഞ്ചുകാർക്ക് എൻ്റെ വീട്ടിൽ കാര്യം? ഡേവിഡ് പരിഹസിച്ചു. 1 മണിക്കൂർ കഴിഞ്ഞ് ഞാനൊരു പത്രസമ്മേളനം നടത്തുന്നുണ്ട്, കൗസല്യയിലെ യഥാർത്ഥ പ്രതികളെ നിരത്തിക്കൊണ്ട്. കാർലോസ് ചിരിച്ചു. അതിന് തന്നെ ക്ഷണിക്കാൻ വന്നതാ ഞാൻ. ഡേവിഡ് എബ്രഹാമിൻ്റെ നെറ്റി ചൊളിഞ്ഞു. അയാൾ ഒണികൾനാലെ അനുജനെ നോക്കി. അവൻ വിറയ്ക്കുന്നത് അയാൾ കണ്ടു. എന്നാൽ കമ്മീഷണർ വളരെ വേഗത്തിൽ ഭാവം മാറ്റി. ഞാൻ കണ്ടെത്തിയതിൽ കൂടുതൽ എന്താ താൻ കണ്ടെത്തിയത്? പത്രക്കാരുടെ മുന്നിൽ എല്ലാം വിശദീകരിക്കുന്ന രീതിയല്ലേ തനിക്ക്? ഇത്തവണ ഞാനും അങ്ങനെ ആകട്ടെ എന്ന് കരുതുകയാണ്. കാർലോസ് സുനിലിൻ്റെ നേരെ തിരിഞ്ഞു. നീയും കൂടെ വാടാ. നോ, പെട്ടെന്ന് ഡേവിഡ് എബ്രഹാം തടഞ്ഞു. എന്നാൽ കാർലോസ് പൊടുന്നന് റിവോൾവർ എടുത്ത് ചൂണ്ടി. അനങ്ങല്ലേ ഡേവിഡ്, എന്നെ അറിയാമല്ലോ. സൂസി അകത്തു നിന്നും ഓടി വന്നു. എന്താ ഇത്? അതിനാരും ഉത്തരം പറഞ്ഞില്ല. സുനിൽ കാർലോസിന്റെ പിടിയിലായി കഴിഞ്ഞിരുന്നു. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തെ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ മാധ്യമ പ്രതിനിധികൾ നേരത്തെ എത്തിയിരുന്നു. മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു ചെന്താമരാക്ഷൻ. IG രഘുനാഥ റാവുവും SP കാർലോസും എത്തി. ക്യാമറകൾ കൺതുറന്നു. കേസിനെക്കുറിച്ചും ബ്ലൂ ഫിലിം നിർമ്മാണത്തെക്കുറിച്ചും കൗസല്യയിലെ കൊലപാതകങ്ങളെക്കുറിച്ചുമൊക്കെ കാർലോസ് അവർക്ക് മുന്നിൽ വിശദീകരിച്ചു. പറഞ്ഞു നിർത്തിയത് ഇങ്ങനെയാണ്. ഇനി കൗസല്യയിൽ ശരിക്കും നടന്നത് എന്താണെന്ന് നമുക്ക് പ്രതികളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. അങ്ങനെ ബിജുവിനെയും സുനിലിനെയും കൃഷ്ണകുമാറിനെയും മാധ്യമ പ്രവർത്തകർക്ക് മുമ്പിൽ ഹാജരാക്കി. കൈലേസ് കൊണ്ട് അവർ മുഖം മറയ്ക്കാൻ ശ്രമിച്ചെങ്കിലും കാർലോസ് സമ്മതിച്ചില്ല. ഇനി ഒന്നും വിട്ടുപോകാതെ പറഞ്ഞു. അവരോട് നിർദ്ദേശിച്ചത് IG ആയിരുന്നു. അവരുടെ തല കുനിഞ്ഞു. ആ മനസ്സുകളിൽ കൗസല്യയിലെ രാത്രി തെളിയുകയായിരുന്നു. ജനാർദ്ദനും മറ്റും സിനിമയ്ക്ക് പോയി കഴിഞ്ഞപ്പോൾ ബിജുവും സുനിലും കൃഷ്ണകുമാറും നേരത്തെ വിജയമ്മ തുറന്നിട്ടിരുന്ന പിൻവാതിലൂടെ അകത്തെത്തി. TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്ന സുമതിക്കുട്ടി അമ്മ കാണാതെ
പ്രവീണയുടെ മുറിയിലെത്തി. അവളാണെങ്കിൽ വിജയമ്മ കൊടുത്ത ലഹരി മരുന്നിൽ സ്വയം നിയന്ത്രിക്കാൻ കഴിയാതെ കട്ടിലിൽ കിടന്ന് ഉരുളുകയായിരുന്നു. അവരെ കണ്ടതോടെ അമിതമായ ആവേശത്തോടെ അവൾ ചാടി എണീറ്റു. മൂവരെയും മാറി മാറി കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. അവളുടെ ആവേശം കണ്ട് അവർ അടക്കി ചിരിച്ചു. പ്രവീണ സ്വയം വസ്ത്രങ്ങൾ ഊരിയെറിയുകയായിരുന്നു. 3 പേരോടൊത്ത് അവൾ മണിക്കൂറുകളോളം ആടിത്തിമിർത്തു. എടാ! ആ നേരത്താണ് പിന്നിൽ നിന്നും ഒരു ശബ്ദം കേട്ടത്. മൂവരും ഞെട്ടിത്തിരിഞ്ഞു. പ്രവീണ അപ്പോൾ അർദ്ധമയക്കത്തിലായിരുന്നു. വാതിൽക്കൽ കത്തുന്ന കണ്ണുകളോടെ സുമതിക്കുട്ടി. തങ്ങൾ വാതിലടച്ചിട്ടില്ലെന്ന വിവരം അപ്പോഴാണ് അവർ ഓർത്തത്. എൻ്റെ കുഞ്ഞിനെ നിങ്ങള്! ആ സ്ത്രീ അകത്തേക്ക് പാഞ്ഞു വന്ന് അവരെ തല്ലി. നിന്നെയൊന്നും ഞാൻ വിടത്തില്ലടാ! പെട്ടെന്ന് ആ സ്ത്രീ പിന്തിരിഞ്ഞോടി. അത് അപകടമാണെന്ന് അവർക്ക് തോന്നി. സുനിലെ, അവരെ വിടരുത്! ബിജു വിളിച്ചു പറഞ്ഞു. അത് കേട്ടതേ അവൻ പിന്നാലെ ഓടി. സുമതിക്കുട്ടിയമ്മ താഴെ എത്തിക്കഴിഞ്ഞിരുന്നു. ഓടിയെത്തിയ സുനിൽ അവരുടെ തല പിടിച്ച് ഭിത്തിക്ക് ഒരൊറ്റ അടിയായിരുന്നു. ആഹ്! വല്ലാത്തൊരലർച്ചയോടെ അവർ താഴേക്ക് നിരങ്ങി. ഭിത്തിയിൽ നിന്നും ചോര ഒലിച്ചിറങ്ങുന്നത് കണ്ട സുനിൽ ഞെട്ടിപ്പോയി. താഴെ വീണ സുമതിക്കുട്ടിയമ്മ പിന്നെ ചലിച്ചില്ല. അവൻ തിരികെ മുകളിലെത്തി. എടാ, ആ കിളവി ചത്തു! കുഴഞ്ഞല്ലോ. നാളെ ഇവള് പറയും നമ്മളാ കൊന്നതെന്ന്. കൃഷ്ണകുമാർ അസ്വസ്ഥനായി. അതിന് പറയാനിവൾ ബാക്കിയിരുന്നിട്ട് വേണ്ടേ? പറഞ്ഞതും ബിജു അവളുടെ കഴുത്തിൽ കൈ മുറുക്കി കഴിഞ്ഞിരുന്നു. അർദ്ധമയക്കത്തിൽ തന്നെ അവൾ പിടഞ്ഞു തോർന്നു. സുനിൽ അപ്പോൾ അവൾ അഴിച്ചെറിഞ്ഞ വസ്ത്രങ്ങൾ കിടക്കയുടെ ഒരു ഭാഗത്തേക്ക് അടുക്കി വെച്ചു. ഇനി ഇവിടെ നിന്ന കുഴപ്പമാണ്, പോകാം. അവർ ധൃതിയിൽ താഴെ നിലയിലേക്ക് ഇറങ്ങി വന്നതും വാതിൽ തുറന്ന് ജനാർദ്ദനനും കുടുംബവും അകത്തേക്ക് വരുന്നു. 2 കൂട്ടരും പരസ്പരം കണ്ടു കഴിഞ്ഞിരുന്നു. എന്തിനാ നീയൊക്കെ ഇവിടെ വന്നത്? അലറിക്കൊണ്ട് ജനാർദ്ദനൻ പാഞ്ഞു വന്നു. തറയിൽ മരിച്ചു കിടക്കുന്ന അമ്മയിൽ അതിനിടെ കണ്ണുകൾ ഉടക്കി. എടാ, നീയൊക്കെ! അയാൾ അവരെ തല്ലി. ഇവനെയും വിടണ്ടാ! ബിജു അലറി. പൊരിഞ്ഞ സംഘട്ടനം. ഫർണിച്ചറുകൾ ചിതറി. ഒടിഞ്ഞ ടീപ്പോയുടെ കാലുയർത്തി ബിജു ജനാർദ്ദന്റെ തലയ്ക്കടിച്ചു. തല പൊട്ടി ചോര ചീറ്റി. അതേ സെക്കൻഡിൽ ഊണുമേശയിലിരുന്ന കത്തി എടുത്തുകൊണ്ടുവന്ന് കൃഷ്ണകുമാർ അയാളുടെ നെഞ്ചിലേക്കും കുത്തിക്കയറ്റിയിരുന്നു. ജനാർദ്ദനനും വീണു. കൗസല്യയും ദീപുവും അലറിക്കരഞ്ഞുകൊണ്ട് അവരെ ആക്രമിക്കുകയായിരുന്നു. ആളുകൾ ഓടിക്കൂടിയാൽ സംഗതി കുഴയും. കൃഷ്ണകുമാർ കാൽമുട്ട് മടക്കി ഒറ്റയിടിയായിരുന്നു കൗസല്യയുടെ തുടയിടുക്കിൽ. അവളുടെ നിലവിളി ഇടയ്ക്ക് മുറിഞ്ഞു. തറയിലേക്ക് വീണ അവര് മരണപ്രാണത്തിനിടെ സിറ്റിക്കടിയിലേക്ക് നിരങ്ങിക്കയറി. പിന്നെ നിശ്ചലയായി. ദീപു അപ്പോൾ അവരുടെ കയ്യിൽ നിന്നും വഴുതി മാറി ഫോണിനരികിലേക്ക് ഓടി. റിസീവർ എടുത്തതേ ഉള്ളൂ. പിന്നിലൂടെ വന്ന സുനിൽ അതിൻ്റെ കേബിൾ എടുത്തു തന്നെ അവൻ്റെ കഴുത്തിൽ മുറുക്കി. ടെലിഫോൺ സ്റ്റാൻഡിനരികിൽ തന്നെ അവനും വീണു. എന്നിട്ടും രോഷം തീരാതെ അവർ ഫോണും ടിവിയും ഒക്കെ തറയിൽ എറിഞ്ഞുടച്ചു. പിന്നെ കൊലവിളിയോടെ ജനാർദ്ദൻ്റെ തലയ്ക്കടിച്ച ടീപ്പോയിക്കാലുമായി പുറത്തേക്ക് പോയി. കാറിൽ ചെന്ന് കയറി. അവർ പറഞ്ഞു നിർത്തി. ശ്വാസം അടക്കി പിടിച്ച മാധ്യമപ്രവർത്തകർ കേട്ടിരിക്കുകയായിരുന്നു. ബിജുവും സുനിലും കൃഷ്ണകുമാറും അപ്പോഴും തല ഉയർത്തിയിരുന്നില്ല. സർ! ചെന്താമരാക്ഷൻ ഒരു ഫോട്ടോ കൂടി എടുത്തുകൊണ്ട് കാർലോസിനെ നോക്കി. വിശ്വനാഥനെ ഇനി റിലീസ് ചെയ്യുമോ? തീർച്ചയായും, പക്ഷേ കുറച്ച് നിയമ നടപടികൾ ബാക്കിയുണ്ട്. കാർലോസ് എണീറ്റു. സാക്ഷികളില്ലാത്ത കാരണത്താൽ ഇവർ രക്ഷപ്പെടുമോ സർ? മറ്റൊരാൾ തിരക്കി. സമൂഹത്തിൽ എല്ലാ തരത്തിലും പിടിപാടുള്ള ഇവർ സുപ്രീം കോടതി വരെ പോകില്ലേ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതായിരുന്നു അയാളുടെ മറുപടി. ഏതായാലും നിരപരാധിയായ വിശ്വനാഥൻ രക്ഷപ്പെടുമെന്ന് ഉറപ്പായല്ലോ. കുറ്റവാളികളെ പോലീസ് അവിടെ നിന്നും മാറ്റി. പക്ഷേ കാർലോസിന്റെ മനസ്സിൽ അപ്പോഴും ഒരു സംശയം ബാക്കിയായിരുന്നു. പത്രക്കാരുടെ ചോദ്യം ശരിയല്ലേ? നിയമത്തിന്റെ പഴുതുകൾ ഇവർക്ക് രക്ഷയാകുമോ? ഇവരുടെ പ്രബലരായ ബന്ധുക്കൾ വെറുതെ ഇരിക്കുമോ? നോവലിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റു സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. നാളെ കാണാം. നന്ദി.